പ്രിയ സ്നേഹിതരെ, ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി എന്ന ക്രിമിനൽ കേസിൽ ഇക്കഴിഞ്ഞ നവംബർ മാസം 19-ാം തീയതിയും 29-ാം തീയതിയുമായി 2 പ്രാവശ്യം കാക്കനാട് കോടതിയിൽ കേസ് പരിഗണിക്കപ്പെട്ടു. എന്നാൽ 2 പ്രാവശ്യവും കേസ് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. കാരണം കേസിപ്പോൾ പരാതിക്കാരനായ ജോഷി വർഗീസിൻ്റെ മൊഴിയെടുപ്പിനെ തുടർന്ന് തെളിവെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്നാൽ 2016-17 കാലഘട്ടത്തിൽ എറണാകുളം അതിരൂപത മെത്രാപ്പോലീത്തയും കർദിനാളുമായിരുന്ന ജോർജ് ആലഞ്ചേരി നേരത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങാനെന്ന വ്യാജേന മറ്റൂരിൽ വാങ്ങിയ 23 ഏക്കർ ഭൂമിയുടെ ബാങ്ക് വായ്പ 60 കോടിയോളം എത്തിയപ്പോൾ ആ കടം വീട്ടുവാനായി എറണാകുളത്തുള്ള 3.5 ഏക്കറോളം ഭൂമി 36 ആധാരങ്ങളിലായി പലർക്കായി വിൽക്കുന്നു. വിറ്റ പണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും കടം വാങ്ങി കോട്ടപ്പടിയിലും ദേവികുളത്തുമായി തരിശു ഭൂമികൾ വാങ്ങിക്കൂട്ടി മൊത്തം കടം 98 കോടിയാകുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ കർദിനാളിനെ മാർപ്പാപ്പ എറണാകുളത്തു നിന്നും പുറത്താക്കുകയും തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററായി വന്ന ബിഷപ്പ് മനത്തോടത്ത് 13.5 ഏക്കർ സ്ഥലം അതിരൂപത വക വ്യവസായിയെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് വിറ്റ് ആ പണം കൊണ്ട് എറണാകുളത്തിൻ്റെ കടം വീട്ടുന്നു. അങ്ങനെ കർദിനാളിൻ്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൊണ്ടുണ്ടായ നഷ്ടം വീണ്ടും ഭൂമി വിറ്റ് നികത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എറണാകുളം സിറ്റിയിൽ മൊത്തം 17 ഏക്കർ ഭൂമി നഷ്ടമാകുന്നു. ഇത്തരുണത്തിലാണ് മിസ്റ്റർ ജോഷി വർഗീസ്, കർദിനാൾ ഫാദർ ജോഷി പുതുവ, ബ്രോക്കർ സാജു വർഗീസ് എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് 36 ആധാരങ്ങളെ 7 കേസുകളാക്കി കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, പണം വെട്ടിപ്പ് എന്നീ ജാമ്യമില്ലാ വകുപ്പുകളനുസരിച്ച് കേസ് ഫയൽ ചെയ്യുന്നത്. ആദ്യം കേസ് കോടതി ഫയലിൽ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചെങ്കിലും 1 വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേസിന് ആധാരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കണ്ട് കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. അതിനെ തുടർന്ന് കർദിനാളും സംഘവും ജില്ലാ കോടതി, ഹൈക്കോടതി, അവസാനം സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ കാക്കനാട് കോടതിയിലെ കേസുകൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടികൾ മുടക്കി അപ്പീലുകൾ നൽകി. സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ വക്കീലന്മാരായ കപിൽ സിബലും സിദ്ധാർത്ഥ് ലൂട്രയും ഒക്കെയുമാണ് കർദിനാളിന് വേണ്ടി ഹാജരായത്. എല്ലായിടത്തും വാദം ഒന്ന് തന്നെ: കർദിനാളിന് തൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ അതിരൂപത മെത്രാപ്പോലിത്ത എന്ന നിലയിൽ പണം വാങ്ങിയും വാങ്ങാതെയും വിൽക്കുവാനുള്ള അധികാരമുണ്ടെന്നായിരുന്നു. അതിന് പിന്തുണയുമായി കേരള സർക്കാരും കർദിനാളിന് ക്ലീൻ ചിട്ടുമായി കോടതിയിൽ ഹാജരായി. എന്നാൽ 15/3/2023 സുപ്രീം കോടതി കർദിനാളിൻ്റെ 7 അപ്പീലുകളും തള്ളിക്കൊണ്ട് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. കാനോൻ നിയമം പറഞ്ഞ് ഭൂമി വിൽപ്പനയിലെ കളവ് മറയ്ക്കേണ്ടെന്നും ഇന്ത്യക്കാരനായ കർദിനാൾ ഇവിടുത്തെ നിയമത്തിന് വഴങ്ങി കാക്കനാട് കോടതിയിൽ കീഴടങ്ങി കേസ് നേരിടുവാനും വിധിച്ചു. അങ്ങനെ ഇന്ത്യയിലെ മെത്രാന്മാരെ കാനോൻ നിയമത്തിൽ നിന്നും പുറത്താക്കി ഇന്ത്യൻ നിയമത്തിന് വിധേയമാക്കപ്പെട്ട ലാൻഡ്മാർക്ക് വിധിയാണ് ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസിൽ സംഭവിച്ചത്. ഇന്നിപ്പോൾ 7 കേസുകളിൽ ഒന്നായ ഭാരതമാതാ കോളേജിന് എതിർവശത്ത് ഇപ്പോൾ മോസ്കിൻ്റെ പണി നടന്നു വരുന്ന സ്ഥലത്തിൻ്റെ കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. 2017 പ്രസ്തുത ഭൂമി ആധാരം നടത്തിയ രജിസ്ട്രാറും ഇന്നത്തെ കാക്കനാട് രജിസ്ട്രാറും കോടതിയിലെത്തി ആധാര സമയത്ത് മൊത്തം പണം കിട്ടി ബോധിച്ചു എന്ന് കർദിനാളിന് വേണ്ടി പ്രൊക്യുറേറ്റർ ജോഷി പുതുവ രജിസ്ട്രാറോട് സമ്മതിച്ചിരുന്നതാണെന്ന് സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ജോഷി അച്ഛൻ പുറത്താക്കപ്പെട്ടതിന് ശേഷം ഫൈനാൻസ് ഓഫീസറായി എറണാകുളം അതിരൂപതയിൽ ചാർജ് എടുത്ത ഫാദർ ജോസഫ് മാണിക്കത്താൻ മുമ്പിനാലെ കോടതിയിൽ ഭൂമി ഇടപാട് സമയത്തെ അതിരൂപത കണക്ക് ബുക്കിലെ ബന്ധപ്പെട്ട പേജുകൾ കോടതിയിൽ കോപ്പിയായി തെളിവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണക്ക് കോപ്പികൾ താൻ തന്നെ ഒപ്പിട്ടിട്ടുള്ളതാണെന്ന് മാണിക്കത്താൻ അച്ഛൻ കോടതിയിൽ വന്ന് സാക്ഷിമൊഴി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതിന്മേൽ ഒരു കുതർക്കം പറഞ്ഞ് കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണ് കർദിനാളിൻ്റെ വക്കീലന്മാർ. കാരണം നേരത്തെ ഈ കണക്ക് കോപ്പി എറണാകുളത്തെ ആസ്ഥാന വക്കീലന്മാരിലൊരാളായ ഒരു അഡ്വക്കേറ്റ് ബ്രിഡ്ജിങ്കൽ യഥാവിധി തെളിവ് നിയമം ഫോം 65 അല്ലത്രേ അത് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അത് വിവിധ കോടതികളിലെ
വിധികൾ പരാമർശിച്ചുകൊണ്ട് കാക്കനാട് കോടതിയെ ആ കണക്ക് കോപ്പി തെളിവായി സ്വീകരിക്കപ്പെടുവാനുള്ള യജ്ഞത്തിലാണ് ജോഷി വർഗീസിൻ്റെ വക്കീൽ ജിമ്മി പി ആൻ്റണി. ഇപ്പോൾ കേസ് അടുത്ത മാസത്തേക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു. മേൽക്കാര്യത്തിൽ ഓർഡറിനായി. അതോടൊപ്പം ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകളും രേഖകളും ഹാജരാക്കുവാൻ ഉത്തരവാദപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇന്നത്തെ മെട്രോപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായിട്ടില്ല. അനേകം സമൻസുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും കോടതിയിൽ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവധി കൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയാണ് കേസ്. ഇനി ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി കുംഭകോണത്തെ തുടർന്നുണ്ടായ 2 പ്രസ്ഥാനങ്ങളാണ്. അതിരൂപത സുതാര്യ സമിതി എന്ന AMTയും സഭാ സംരക്ഷണ സമിതി എന്ന അച്ഛന്മാരുടെ സംഘടനയും. 2 കൂട്ടരും കാക്കനാട് കോടതിയിൽ ഇപ്രകാരം ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന ഒരു കേസ് നടക്കുന്നുണ്ടെന്ന കാര്യം വിസ്മരിച്ച മട്ടാണ്. 2013 സുപ്രീം കോടതിയിൽ കർദിനാൾ കേസ് തോറ്റ് കാക്കനാട് കോടതിയിൽ ജാമ്യം എടുത്തതിനെ തുടർന്നാണ് AMTയും സീറോ മലബാർ സിനഡുമായി ഒരു സമന്വയം ഉണ്ടാകുന്നത്. വേണ്ടത്ര ചർച്ചകളില്ലാതെ സുതാര്യതയില്ലാത്ത ഒരു ഒത്തുതീർപ്പാണ് അന്നുണ്ടായതെന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നു. മാർപ്പാപ്പ കൽപ്പിച്ച റെസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചോ കർദിനാളിനെതിരായ കേസുകളെക്കുറിച്ചോ ആ സമന്വയ തീർപ്പിൽ ഒന്നുമുണ്ടായില്ല. ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസ് തീർത്തും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. കർദിനാളും മെത്രാനുമൊക്കെ നിയമത്തിനു മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവാത്തവരാണോ മിക്ക അഭിഷിക്തന്മാരും അവരുടെ കുഞ്ഞാടുകളായ മുന്നേറ്റക്കാരും? ഇന്നിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്റോറൽ സമിതി തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അവർ നടത്തിക്കൊണ്ടിരുന്ന കർദിനാൾ കേസുകൾ എവിടെ വരെയായി എന്ന് ആർക്കും അറിയില്ല. അതിരൂപത വിമോചന പോരാട്ടത്തിന് തീ കൊളുത്തിയവരും നട്ടെല്ല് നിവർത്തി പോരാട്ട ഭൂമിയിൽ ഉറച്ചു നിന്ന് പോരാടിയവരും ഇന്ന് രംഗത്തില്ല, അല്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. പാസ്റ്ററൽ സമിതിയിലെ 80-ൽ 77 പേരും മുന്നേറ്റക്കാരാണ്. പക്ഷേ ബ്രോക്കർ സാജു വർഗീസ്, കെന്നഡി കരിമ്പിൻകാല, ജയിൽ പുള്ളി ബിനു ചാക്കോ, മുതിര അന്തിവക്കീൽ എന്നിവരെ പോലെ മറ്റൊരു കോക്കസ് ഇനി ഉണ്ടാകാതിരിക്കട്ടെ. സുതാര്യത സമരം സിന്ദാബാദ്.